നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMR എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ വിജയനെ ED വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പാർട്ടി പ്രതിരോധത്തിനില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതായത് വീണയുടെ വാടക വീടായ തിരുവനന്തപുരത്തുള്ള ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ ED റെയ്ഡ് നടത്തുന്ന സാഹചര്യത്തിൽ പിണറായി വിജയനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് കരുതി, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യുന്നത് അത് പാർട്ടിയെ ചോദ്യം ചെയ്യുന്നത് മട്ടാണ് എന്ന് പറഞ്ഞ് പിരികേറ്റി എരികേറ്റി ഇറക്കിയ സഖാക്കന്മാരെ ഇറക്കി ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ ആ സഖാക്കന്മാരെല്ലാവരും പുറം ലോകം കാണാതെ ജയിലിനകത്താണ്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ശിവൻകുട്ടിയും ജോൺ ബ്രിട്ടാസും ഒക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമെന്ന്. തൽക്കാലം പ്രതിരോധിക്കാൻ ED ഓഫീസിലേക്ക് ഞങ്ങളില്ലേ എന്ന മട്ടിലാണ് ബ്രിട്ടാസ്. വീണയുടെ കാര്യം അവർ തന്നെ നോക്കട്ടെ എന്ന നിലപാടിലേക്ക് CPM എത്തുകയാണ്. മുൻപ് ED റെയ്ഡിനെത്തിയപ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്ത നൽകി പ്രതിരോധം തീർത്ത CPM പുതിയ സാഹചര്യത്തിൽ വീണയെ കൈവിടുകയാണ്. വീണയെ കൈവിടുന്നു എന്ന വ്യക്തമാകുന്നതാണ് പുറത്തുവരുന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ. വീണയുടെ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു CPM രാജ്യസഭാ MP-യായ ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. SFIയോട് അടക്കം വിവരങ്ങൾ വീണ ധരിപ്പിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത് എന്നാണ് ജോൺ പറയുന്നത്. CMR നൽകിയ രാഷ്ട്രീയ സംഭാവനകളിലും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. ഈ മന്ത്രിസഭ 2 പേർ പണം കൈപ്പറ്റിയെന്ന് സമ്മതിച്ചതാണ്. അത് വെച്ച് നോക്കുമ്പോൾ വീണ വാങ്ങിയെന്ന് പറയുന്നത് എത്രയോ ചെറിയ തുകയാണ്. അപ്പോൾ വാങ്ങി എന്ന് സമ്മതിക്കുകയാണ്. ആ പണം രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെടുകയാണ്. അതേസമയം ED സമൻസ് നിയമപരമായി നേരിടാനുള്ള പ്രാപ്തി സമൻസ് ലഭിച്ച വ്യക്തിക്കുണ്ട്. CPM അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നാണ് NN ബാലകൃഷ്ണദാസും പ്രതികരിച്ചത്. സമാധാന നിലപാടിലേക്കാണ് CPM നേതാക്കൾ നീങ്ങുന്നത്. നേരത്തെ EDക്കെതിരെ ആക്രമണം നടത്തി SFI പ്രവർത്തകർ അടക്കം ജയിലിലാണ്. പുതിയ സാഹചര്യത്തിൽ വീണയുടെ കാര്യം വീണ നോക്കട്ടെ എന്ന പാർട്ടി നിലപാടാണ് വ്യക്തമാകുന്നത്. അതായത് വീണയുടെ കാര്യം വീണ നോക്കട്ടെ എന്നുള്ള ബുദ്ധി ഉദിക്കാൻ കാരണം നിലവിൽ സഖാക്കന്മാർ ജയിലിൽ കിടക്കാൻ തന്നെയാണ്. കാരണം പ്രതിഷേധിക്കാൻ വിളിച്ചാൽ ഒരൊറ്റ കുട്ടികൾ പോലും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. എന്തിനേറെ പറയുന്നു, ശിവൻകുട്ടിയോ ബ്രിട്ടാസോ പോലും ആ EDയുടെ ഓഫീസിന്റെ പരിസരത്ത് എത്തില്ല എന്ന് വ്യക്തമാകുന്നു. എന്തായാലും അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇല്ലേ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് വീണയ്ക്ക് ED നൽകിയ നോട്ടീസിൽ വ്യക്തമാകുന്നത്. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CMRലുമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. നേരത്തെ റെയ്ഡിന്റെ ഭാഗമായി ചില ചോദ്യങ്ങൾ ED ചോദിച്ചിരുന്നു. അവർ നൽകിയ മറുപടിയിൽ വ്യക്തതയില്ല എന്ന നിലപാടിലായിരുന്നു ED. അതിന് പിന്നാലെയാണ് വീണയെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. കേസിൽ ഇതാദ്യമായാണ് വീണയെ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. നേരത്തെ വീണയുടെ പിതാവ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA, CMRL MD എന്നിവരുടെ വീടുകൾ ഉൾപ്പെടെ ED റെയ്ഡ് നടത്തിയിരുന്നു. CMRL കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ED അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുമതി നൽകിയിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീല് ജസ്റ്റിസ് V രാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ബെഞ്ച് തള്ളിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടത്തുന്നതിനും താൽക്കാലികമായി സ്വത്ത് കണ്ടുകെട്ടുന്നതിനും EDക്ക് മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ FIRോ പരാതിയോ വേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയതാണ് ഉത്തരവ്. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തേക്ക് കടുത്ത നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന് CMRലെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചിട്ടില്ല.